ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പായിരുന്നു അനോമി സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നിർഭാഗ്യവച്ച ഇവിടെ പല സ്ഥലങ്ങളിൽ ഷോ ഉണ്ടായിരുന്നില്ല. ഒരു തിയേറ്ററിൽ മാത്രമാണ് ഈ സിനിമ റിലീസായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2:30ക്കാണ് ഞാൻ ആ ഷോ കാണാൻ പറ്റിയത്. എന്നിലെ സിനിമ ആസ്വാദകനെ സംബന്ധിച്ച് എനിക്ക് 100% ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു മൂവിയാണ്. നമ്മൾ പല രീതിയിലുള്ള മൂവീസാണ് ആസ്വദിക്കാറുള്ളത് അല്ലേ. എന്നിൽ ഉള്ളൊരു ആസ്വാദകന് ക്രൈം ത്രില്ലർ ഭയങ്കര ഇഷ്ടമാണ്. ആ ക്രൈം ത്രില്ലറിൽ വെച്ചിട്ട് എനിക്ക് 100% ഈ മൂവി സാറ്റിസ്ഫാക്ഷൻ തന്നു. ഇത് ഭയങ്കര കോമഡിയോ അല്ലെങ്കില് മറ്റ് കാര്യങ്ങൾ എൻഗേജിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു മൂവിയല്ല. ഒരു പക്കാ ക്രൈം ത്രില്ലർ മൂവിയാണ്. ഭാവനയുടെ കംബാക്ക് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഭാവനയുടെ കംബാക്ക് തന്നെയാണ്. ഭാവനയും റഹ്മാനും അതുപോലെ തന്നെ അരുണും എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗിനകത്ത് നടന്നിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആഹ് എന്താ പറയാ, നമ്മളെ മെന്റലി വീക്ക് ആയിട്ടുള്ള മരണത്തെ ആഗ്രഹിക്കുന്ന ആൾക്കാര് 3 പേര് പല ദിവസങ്ങളായിട്ട് മരണപ്പെടുകയാണ്. പക്ഷെ ആ മരണകാരണങ്ങൾ വെച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിനകത്തൊരു ഒരു കില്ലർ ഉണ്ട് എന്നുള്ളൊരു കാര്യം. ആ കില്ലറിനെ തേടിയുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിനകത്ത് ഭാവന ഇൻവോൾവ് ആവുന്നത്, ഭാവന ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കൊല്ലപ്പെടുന്ന ഒരാളിൽ ഭാവനയുടെ അനിയനും ഉണ്ട്. അതാണ് ഭാവനനെ ഈ സിനിമേനകത്ത് ഇമോഷണലി ഹോൾഡ് ചെയ്യുന്നൊരു കാര്യം. ആ അനിയനെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വലിയൊരു ട്രാജഡി കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ. ആ ട്രാജഡി തന്നെ അവര് അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ളൊരു ഫീലുണ്ട്. ആ ഫീലിങ്സ് ഉടനീളം ഭാവനയെ കൊണ്ട് നടന്നിട്ടുണ്ട്. അതായത് ആക്ടിങ്ങിനകത്ത് എപ്പോഴും ആ ഒരു പെയിൻ സൂക്ഷിക്കുന്ന ഒരു ഫേസ് കീപ്പ് ചെയ്യാനും ഒക്കെ ഭാവനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റഹ്മാനും ഭാവനേനെ പോലെ തന്നെ ഒരു ഇമോഷണൽ വശത്ത് നിന്നിട്ടാണ് ഈ ഒരു കേസിലോട്ട് ഇൻവോൾവ് ആവുന്നതും. റഹ്മാന്റെ ആ ഒരു ക്യാരക്ടറും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയാനാണെങ്കിൽ ഇതിന്റെ എന്താ പറയാ, അവസാന ഭാഗത്തോട്ട് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മലയാള പടം തന്നെയാണോ, ഒരു കൊറിയൻ ടൈപ്പ് ആണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. കാരണം ഒരു എൻഡിലോട്ട് എത്തുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക ഇതല്ല എൻഡ്, ഇനിയും അടുത്ത എൻഡ്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ട്വിസ്റ്റിൽ നിന്നും ട്വിസ്റ്റിലേക്കാണ് ഈ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതിന്റെ എൻഡിലെത്തുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ച് പോകുന്ന പല സാധനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഭാവന ഇതിനകത്ത് ഒരാളോടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് മകള് മരിച്ചിട്ട് വർഷങ്ങളായിട്ട് ആ മരണ ദിവസം പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന അച്ഛനോട് ഭാവന പറയുന്ന ഒരു സീനുണ്ട്. നിങ്ങളൊരു നല്ലൊരച്ഛനല്ല. നിങ്ങൾ നല്ലൊരച്ഛനായിരുന്നെങ്കിൽ അവളുടെ മരണകാരണം അന്വേഷിച്ചു പോയാൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കില്ലായിരുന്നു എന്നൊരു കാര്യം പറഞ്ഞിട്ട് ശരിക്കും ലൈഫിലുണ്ടായിരുന്ന പല ഇൻസിഡൻസും ഒരുപക്ഷെ ഈ സിനിമേനകത്ത് പല രീതിയിനകത്തും ഭാവന കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു എഴുത്തിനകത്ത് അങ്ങനത്തെ ചില കാര്യങ്ങൾ വന്നു പോകുന്നുണ്ട്. ആ സീനൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊന്ന് കൈയടിച്ച് പോകും. നമ്മളുടെ ഉള്ളിനകത്ത് ഒരു ഒരു വല്ലാത്തൊരു ഫീല് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയായിരുന്നു. ഇതിനകത്ത് ലാസ്റ്റ് പോർഷനകത്ത് ഒരു ടാറ്റു ഭാവനയുടെ കയ്യിൽ കാണിക്കുമ്പോഴും എന്നിലെ എന്താ പറയാ, ഭാവന എന്ന് പറയുന്ന ആക്ടറോടൊരു ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ഫൈറ്റർ, ആ ആളോടുള്ളൊരു ഇഷ്ടം 100% നമുക്കത് കാണുന്ന സമയത്ത്, ആ കയ്യിലെ ടാറ്റൂ കാണുന്ന സമയത്ത് നമുക്ക് ആഹാ എന്നുള്ള സാധനം തോന്നും. ഇമോഷണലി നമ്മളൊന്ന് എന്താ പറയാ, കണക്റ്റ് ആവും. നമുക്ക് ഇമോഷണലി ഒന്ന് സങ്കടം വരും. എനിക്കത് വന്നിരുന്നു കേട്ടോ. നിങ്ങൾക്കത് വരുമോന്ന് എനിക്കറിയില്ല. പേഴ്സണലി എനിക്കത് വന്നിരുന്നു. ശരിക്കും ഒരു നല്ലൊരു മൂവിയാണ്. ഇതിന്റെ ഡയറക്ടറിന്റെ ഫസ്റ്റ് മൂവിയാണ്. പക്ഷേ ഒരു ഫസ്റ്റ് മൂവിയായിട്ട് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല കേട്ടോ. എന്തായാലും റിയാസ് അടിപൊളി വർക്ക് തന്നെയാണ്. പിന്നെ എടുത്തു പറയാനുള്ളത് മ്യൂസിക്കാണ്. ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ശരി, സോങ്സ് ആണെങ്കിലും ശരി, ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അത് ചില സ്ഥലത്ത് നമ്മുടെ കാല് നമ്മളിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കണ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. കാരണം നമ്മൾ ആ റിതം പിടിക്കും നന്നായിട്ട്. അങ്ങനെ ഏത് വശത്തുനിന്ന് നോക്കിയാലും ഈ സിനിമ ഒരു പെർഫെക്റ്റ് സിനിമ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.